പാഠം 986 മാറുന്ന കാലം. ഇതെന്താ ഇങ്ങനെ എഴുതി കൂട്ടുന്നേ? ഓ, ഇങ്ങനെ കൂട്ടാൻ മാത്രം എന്ത് കണക്കിരുന്നിട്ടാണെന്നാണ്. വീട്ടു ചെലവുകളുടെയും ബാക്കി ചെലവുകളുടെയും കണക്കുകൾ എഴുതി സൂക്ഷിച്ചില്ല എങ്കിൽ ഒടുവിൽ കയ്യിലുള്ള കാശ് പോയി കഴിഞ്ഞേ അറിയൂ. വരവും ചിലവും എപ്പോഴും നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഇതിങ്ങനെ എഴുതി സൂക്ഷിക്കാനൊക്കെ പാടല്ലേ എന്റെ മോനേട്ടാ. ഇനിയുള്ള കാലത്ത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറണമെന്നാണ് പ്രധാനമന്ത്രി പോലും പറയുന്നത്. കേട്ടില്ലേ? നോട്ടില്ലാത്ത ഇന്ത്യ. എല്ലാ ഇടപാടുകളും ATM കാർഡ് ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ചെയ്യണമെന്ന്. അപ്പോ ഈ നോട്ട് കൈവശം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, കണക്കുകൾ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. പറയുമ്പോ എന്താ പറഞ്ഞുകൂടാത്ത? അതവിടെ നിൽക്കട്ടെ. മോഹനേട്ടൻ ഞാനൊരു പുതിയ ഷർട്ടും ഉണ്ട് വാങ്ങട്ടെ. ഞാനിന്ന് വിദ്യയോടെ പുറത്തു പോകുന്നുണ്ട്. മോഹനേട്ടൻ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് എത്ര നാളായി? എന്റെ പൈസ ഒന്നുമില്ല, അല്ലാതെ ചെലവ് വളരെ വളരെ കൂടുതലാണ്. മോഹനോട് ഞാൻ പൈസ വല്ലതും ചോദിച്ചോ? പൈസ ഇല്ല എങ്ങനെ ഷർട്ട് വാങ്ങും? പൈസ ഇല്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ, ചിലപ്പോ വിദ്യാലക്ഷ്മി ആയിരിക്കും. ഞാൻ നേരത്തെ വിളിച്ചപ്പോ അവള് ബിസി ആയിരുന്നു. ഇവൾക്ക് എവിടുന്നോ കാശ് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അറിയാതെ അത് ഒളിപ്പിച്ച് കാണും. അതൊന്നും അറിയണമല്ലോ. ഹലോ, അതെ. ആ, ഉൽപ്ലാഷൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സത്യം പറഞ്ഞ ഞാൻ ഉൽപ്ലാഷൻ ചേട്ടനെ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. എന്തിനാന്നോ? വീടിന്റെ കാര്യത്തിനൊന്നും അല്ല. അതൊക്കെ മോഹനേട്ടൻ ഉൽപ്ലാഷൻ ചേട്ടൻ തമ്മിലുള്ള ഇടപാടല്ലേ. ഞാൻ ആ രാജേന്ദ്രന്റെ കേസിന്റെ കാര്യം പറയാനാണ് വിളിക്കാനിരുന്നത്. പ്രശ്നമൊന്നുമില്ല. ഇന്നലെ കേസ് വിധിയായി. അതെന്ത് ചോദ്യം ഉൽപ്ലാഷൻ ചേട്ടാ? ഞാനൊരു കേസ് വാദിച്ചിട്ട് അത് ജയിക്കായിരിക്കൂ? കേസ് ജയിച്ചു. രാജേന്ദ്രന് അപ്പൊ തന്നെ ഫീസും തന്നു. അക്കാര്യം ഉൽപ്ലാഷൻ ചേട്ടനൊന്ന് വിളിച്ചു പറയണമല്ലോ, അതാ ഞാൻ വിളിക്കാനിരുന്നത്. എന്തായാലും വലിയ സന്തോഷം ചേട്ടാ. അല്ല, ഉൽപ്ലാഷൻ ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ആണോ? ഇന്നോ? അതിനെന്താ, വരാൻ പറഞ്ഞോ. ഉച്ച കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി. നമ്മുടെ ഹൗസ് ഓണർ ഉൽപ്ലാഷൻ ചേട്ടനെ വിളിച്ചതേ. വെച്ചു അടുക്കളയിൽ ഒരു പൈപ്പിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നേ. ഉൽപ്ലാഷൻ ചേട്ടൻ അക്കാര്യം നമ്മുടെ പ്ലംബർ ചന്ദ്രൻകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. എന്താ? ഞാൻ വിദ്യ ഒന്ന് വിളിക്കായിരുന്നു. എന്താ? അല്ല, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നിൽക്കുന്ന എന്താന്ന് വെച്ച് ചോദിച്ചതാ. ഫോൺ വിളിക്കാനുണ്ടോ? എന്താണോ എന്തോ. വിദ്യ, ഞാനാ. അപ്പൊ ഇന്നെന്താ പരിപാടി? നിനക്കിത് കേസൊന്നുമല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കെന്തായാലും പത്രിക സദാനന്ദൻ സാറിനെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാം. പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞുതരാടോ. എത്ര ദിവസമായി തിരക്കൊഴിഞ്ഞിട്ടൊന്ന് ചുറ്റിയിട്ട്. നീ റെഡി ആയിരുന്നാ മതി. പൈസയൊക്കെ എന്റെ ഉണ്ടെന്ന്. ഇന്നലെ രാജേന്ദ്രൻ ഫീസ് തന്നു. അക്കാര്യം ഞാൻ മോഹനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ആ പൈസ അപ്പ തന്നെ പിടിച്ചു വാങ്ങുന്നുള്ള ഉറപ്പല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞെന്നെ പറ്റിച്ചു കളയും. മോഹനേട്ടൻ ആരാ മോനെന്നാ? എന്തായാലും ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടേ ആശാൻ വിവരം അറിയുള്ളൂ. അതെ, ശരി, പത്രയ്ക്ക് കാണാം. ഹലോ, അതെ. ഉണ്ട്, ഞാൻ കൊടുക്കാം.
മോഹനേട്ടാ, മോഹനേട്ടാ. ആ, ഒരു മിനിറ്റ്, ഇപ്പൊ വരുവേ. എവിടെ പോയി മോഹനേട്ടാ? എന്താ? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലല്ലോ. എന്താ? ആരാ? ശിശു പറഞ്ഞിരുന്നോ? ഹലോ. ഹലോ. എന്തോ എന്താ പറ ശിശുപാല? ലീവാ? എന്തിന്? അത് നടക്കില്ല. ആഫീസിൽ പിടിപ്പ് ജോലി ഉള്ളപ്പോഴാണോ ശിശുപാലൻ ലീവ് എടുത്ത് അമ്മായിച്ചനെ കാണാൻ പോകുന്നത്? അത് നടക്കില്ല. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ലീവ്. എന്നാലും അത് ഏത് രാജേന്ദ്രനാ? ഞാൻ അറിയാത്തൊരു കേസോ? മോഹനട്ടാ, ഉൽപ്ലാഷൻ ചേട്ടനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. എന്ത്? ആ, കാട്ടുപറമ്പിലെ ആ രാജേന്ദ്ര മോഹനട്ടൻ അറിഞ്ഞൂടെ? പുള്ളിക്കാരനൊരു കേസ് ഉൽപ്ലാഷൻ ചേട്ടൻ പറഞ്ഞു എന്നെ ഏൽപ്പിക്കാൻ. ജയിക്കാൻ പറ്റുന്ന കേസാ. തരക്കേടില്ലാത്തൊരു ഫീസും കിട്ടും. ആള് ഉൽപ്പലാക്ഷൻ ചേട്ടനായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കേസ് ജയിച്ചു കഴിയുമ്പോ കമ്മീഷൻ ചോദിച്ചു വരും. അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ വാടക 500 രൂപ കൂട്ടിയാലോ മോഹനകൃഷ്ണ? ഞാൻ സത്യമാക്കി പുതിയ കേസൊക്കെ പിടിച്ചെടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞോളേ. ഇതാ മോഹനേട്ടന്റെ ഒരു കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംശയിക്കാൻ വരും. കാട്ടുപറമ്പിലെ രാജേന്ദ്രൻ തന്നെ ആവാനാണ് വഴി. എങ്ങനെയാണെന്ന് അറിയില്ല. ഹലോ. ആ, രാജേന്ദ്രനല്ലേ? അതെ, ഞാൻ കെ മോഹനേഷ് സാർ, വില്ലേജ് ഓഫീസർ. നമസ്കാരം സാർ. ഞാൻ രാജേന്ദ്രനെ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാണ്. ഈ തെക്കേ വീട്ടിലെ താമരാക്ഷനും രാജേന്ദ്രനും തമ്മിൽ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ അല്ലേ? ഓ സാർ, സത്യഭാമ വക്കീലാണ് കേസ് വാദിച്ചത്. അത് എനിക്കറിയാം. ആ കേസ് ജയിച്ച കാര്യവും ഭാമനോട് പറഞ്ഞു. ജയിച്ചു സാർ. സാറിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, സത്യഭാമ വക്കീൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വക്കീല. ഏത് കേസ് വാദിച്ചാലും ജയിക്കും. അതെ 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 അതെ, ഒരുപാട് കേസ് വരുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് നല്ല ഫീസ് കിട്ടിയാൽ മാത്രം കേസ് വാദിച്ചാൽ മതി എന്നാണ്. ഓ, അത് ശരി. വേറൊന്നും കൂടല്ല രാജേന്ദ്ര, ചില കക്ഷികളുണ്ട് കേസ് ജയിച്ചു കഴിയുമ്പോ നല്ല വർത്തമാനം പറഞ്ഞിട്ട് മുങ്ങിക്കളി. പിന്നെ ഫീസ് വാങ്ങാൻ വലിയ പാടാ. അയ്യോ, ഞാനങ്ങനെയല്ലേ സാറേ. പിന്നെ വിധി വന്ന പാടെ വക്കീലിന് കൊടുക്കാറുണ്ടായിരുന്ന രൂപ 10,000 അപ്പൊ തന്നെ കൊടുത്തു. അല്ല, സാറിപ്പോ വിളിച്ചെന്തിനാ? അങ്ങനെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടല്ല. ഇനിയും എന്തെങ്കിലും കേസ് ഉണ്ടാവുമ്പോ അതും എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയ്ക്ക് എന്നെ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, ഈ രാജേന്ദ്രനെ പോലെ കൃത്യമായി ഫീസ് കൊടുക്കുന്ന കക്ഷികൾ ഉണ്ടാകുന്നതാണല്ലോ ഒരു ഭാഗ്യം. അത് സാറ് പറയണോ? എന്റെ കേസ് സത്യഭാമ വക്കീല് ജയിപ്പിച്ച് തന്നപ്പോഴേ ഞാൻ തീരുമാനിച്ച കാര്യ. ഇനി ഏത് കേസ് വന്നാലും വക്കീല് സത്യഭാമ വക്കീല് തന്നെയാണ്. ശരി, എന്നാ വലിയ സന്തോഷം. എത്രയും പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാക്കാൻ നോക്ക്. അപ്പൊ സംഗതി ശരിയാണ്. രാജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 10,000 രൂപ കൊണ്ടാണ് അവൾ ഷോപ്പിങ്ങിന് പോകാൻ പോകുന്നത്. ആ 10,000 തീർത്ത് തന്നെ അവള്. എവിടെയായിരിക്കും ആ പൈസ? ഇതിൽ തന്നെ കാണും. ചില നേരത്ത് മോഷണമല്ല വേറെ വഴിയില്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടേ.
എന്താണ് എന്റെ ബാഗ് പരിശോധന? ഒരു ഇവിടെ, ഇവിടെ. പേന ഞാനാ കാണാൻ ചോദിച്ചേ. പേന ഇവിടെ വെച്ചിരുന്നേ. പേനയോ? പേന നീ കേട്ടിട്ടില്ലേ? പേന കാണാത്തതിന് എന്റെ ബാഗിലാണോ നോക്കേണ്ടത്? അത് നീ വല്ല അബദ്ധം പറ്റി പേന എടുത്ത് നിന്റെ ബാഗിനകത്തെല്ലാം വെച്ചതറിയില്ലല്ലോ. എന്ത് അബദ്ധം പറ്റിയാലും മോഹനേട്ടന്റെ പേന ഞാൻ എടുക്കുന്ന മോഹനേട്ടൻ തോന്നുന്നുണ്ടോ? അപ്പൊ പേന ഇതിനകത്തില്ലല്ലേ? ഇല്ല. നീ എന്നാ ഈ ഷർട്ടും മുണ്ട് തേക്കാതെ വന്നു? എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അല്ല തോന്നിയതാ, ഇതൊന്നും ഞാൻ സമ്മതിക്കില്ലേട്ടാ. ഷർട്ട് തേക്കേണ്ട സമയമാകുമ്പോ തേക്കാൻ എനിക്കറിയാം. അപ്പോ അതെടുത്തിട്ട് മിടുക്കനായിട്ട് ആപ്പീസിൽ പോയാൽ മതി. മനസ്സിലായല്ലോ? വണ്ടി ഇവിടെ തന്നെ വെച്ചിട്ട് പോയി വീണ്ടും. ഇത് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, മൊത്തം നശിപ്പിക്കും. ആ പൈസ ഇത് എവിടെ കൊണ്ടുവച്ചു? എന്തോന്ന് മോനട്ടാ പൈസ ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കണത്? മോഹനേട്ടന്റെ ബാഗിലിരിക്കുന്ന പൈസ ആരെടുക്കാനാണ്? ഭർത്താവിന്റെ ബാഗിൽ നിന്നും പോക്കറ്റിൽ നിന്നൊക്കെ പൈസ അടിച്ചു മാറ്റുന്ന ചില ഭാര്യമാരെ പറ്റി നീ കേട്ടിട്ടില്ലേ? അത്തരക്കാരെ പേടിച്ചിട്ടാണ് പൈസ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ വീട്ടിലെ കാര്യം എല്ലാം തിരിച്ചാണല്ലോ. ഭാര്യയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഭർത്താവാണല്ലോ അത് അടിച്ചു മാറ്റി ബാങ്കിൽ കൊണ്ടിടുന്നത്. സത്യപാലിന് മോഹനേട്ടനെ പോലെ തന്നെയാ. ശ്രീദേവിയുടെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അത് അടിച്ചു മാറ്റും. ഇപ്പൊ ശ്രീദേവി എന്താ ചെയ്തെന്നറിയാമോ? കയ്യിലുള്ള പൈസ സത്യപാലിന്റെ ബാഗിനകത്ത് വെച്ചു. വീട്ടിൽ വേറെ എവിടെയെല്ലാം തപ്പിയാലും സ്വന്തം ബാഗിൽ സത്യപാലൻ തപ്പില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ല ഉഗ്രൻ ഐഡിയ അല്ലേ? അവളത് എന്റെ ബാഗിൽ തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. മോഹനേട്ടനെ തോൽപ്പിക്കാൻ നോക്കരുത്. എന്റെ ബാഗിൽ തന്നെ പൈസ ഒളിപ്പിച്ചു വെച്ച് എന്നെ പറ്റിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് നിന്റെ കയ്യിലിരിക്കുള്ളൂ ഭാമേ, കയ്യിലിരിക്കും. ഇതെന്താ? എന്റെ പേന കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയാണോ പേന നോക്കണത്? എന്റെ ബാഗ് എങ്ങനെയാണ് നോക്കേണ്ടത് എനിക്കറിയാം. നിന്നെ ആരപ്പ കൊണ്ട് വിളിച്ചേ? ആഹാ, അപ്പൊ ഈ ബാഗ് നോക്കുന്നതിന് മുന്നേ ആണോ എന്റെ ബാഗ് നോക്കാൻ വന്നത്? ഇഷ്ടമുള്ളതൊക്കെ ഞാൻ നോക്കും. ആ, ഇതല്ലേ മോഹനേട്ടന്റെ പേന? ശരി. ഇത് നിന്റെ കയ്യിൽ ഇരിക്കായിരുന്നോ? എന്റെ കയ്യിലൊന്നും ആയിരുന്നില്ല, ഇവിടെ ഇരിക്കല്ലായിരുന്നോ? ഇവിടെ നോക്കാതല്ലേ മോഹനേട്ടൻ എന്റെ ബാഗ് മോഹനേട്ടന്റെ ബാഗ് നോക്കിക്കൊണ്ടിരുന്നത്? കഷ്ടമുണ്ട്. ഇതിലുമില്ല. അടുക്കളയെ കാണോ? ഹലോ സാറേ, വില്ലേജ് ഓഫീസർക്ക് എന്താ അടുക്കള കാര്യം? ഭയങ്കര ദാഹം. വെള്ളം കുടിക്കാൻ ഒരു പാത്രം. ഇതിനകത്താ? ഈ നേരത്തെ എന്താണ് ഒരു ദാഹം? അങ്ങനെ പ്രത്യേകിച്ച് സമയമല്ലോ വേണം. എനിക്ക് പിന്നെ വെള്ളം എടുത്ത് കുടിച്ചൂടെ? വെള്ളം കുടിക്കാൻ നോക്കി വേണ്ട പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നല്ലോ, നേരത്തെ കണ്ടില്ലായിരുന്നു.
കപ്പ് കണ്ടില്ല. കപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. പൈപ്പിൽ വെള്ളമുണ്ട്, അതെടുത്തും കുടിക്കുക. പൈപ്പിലുള്ളതാണോ കുടിക്കുന്നത്? പല പ്രാവശ്യം പറയുന്നുണ്ട് വെള്ളം ചൂടാക്കി വെക്കണമെന്ന്. അങ്ങനെ അനുസരിക്കാത്ത പരിപാടി നിനക്കില്ലല്ലോ. ധിക്കാരല്ലേ ധിക്കാരം. ഇപ്പൊ എന്താ വേണ്ടത്? വെള്ളം ചൂടാക്കണോ? വെള്ളം കിട്ടണം ദാഹിക്കുമ്പോഴാ. ഇനിയിപ്പോ വെള്ളം എടുത്ത് ചൂടാക്കി വരുമ്പോ എത്ര സമയം എടുക്കും? വെള്ളം വേണോ വേണ്ടയോ? നോക്ക്, വെള്ളം ഞാൻ കുടിച്ചോളാം. വേഗം പോയി നോക്ക്. നമസ്കാരം വക്കീലേ. ഞാൻ പീലിപ്പോസേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ഈ ഫയലൊക്കെ ഇവിടെ തരാൻ പറഞ്ഞു. പീലിപ്പോസേട്ടന്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. ഇതുമായിട്ട് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ ചോദിക്കുമല്ലോ. ആ വിളച്ചില് കയ്യിൽ വെച്ചാൽ മതിന്ന് ശശി തന്നെ പീലിപ്പോസേട്ടനോട് പറഞ്ഞു. എന്റെ ഫീസ് കിട്ടാതെ ഞാൻ കോടതി കയറുന്ന പ്രശ്നമേ ഉണ്ടാവുന്നില്ല. അല്ല, പീലിപ്പോസേട്ടന് എന്തോ സാമ്പത്തിക പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഫീസ് തരാത്തത്. ആരോടാ ശശി ഈ പറച്ചില്? പീലിപ്പോസേട്ടന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നോട്ട് പിൻവലിച്ചപ്പോ കയ്യിലിരുന്ന കാശെല്ലാം മാറ്റിയെടുക്കാൻ നാട്ടുകാരെ മുഴുവൻ ഏൽപ്പിച്ച ആളാണ് കക്ഷി. പീലിപ്പോസേട്ടന്റെ വീട്ടിലെ കിടക്ക പൊക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ നിറയെ നോട്ടായിരിക്കുമെന്നാണ് നാട്ടുകാർ മുഴുവൻ പറയണത്. ശശി, കിടക്കടടിയിൽ പൈസ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരും കയറി നോക്കൂലല്ലോ. അപ്പൊ ശശി ചെല്ല, പീലിപ്പോസേട്ടനോട് മര്യാദയ്ക്ക് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ബാക്കിയല്ല അപ്പോ ശരി വക്കീലേ. അപ്പൊ കിടക്കടടിയിൽ തന്നെയായിരിക്കും പൈസ. അതാണ് എനിക്ക് കിട്ടാത്തത്. കിടക്കടയിൽ കാശൊളിപ്പിച്ച് വെച്ചിട്ട് എന്നെ പറ്റിക്കാമെന്ന്. അത് നിന്റെ കയ്യിലിരിക്കേ ഉള്ളൂ. മോനട്ടാ എന്തു ചെയ്? ഒന്നുമില്ല, കൂർക്കം വലിച്ചുറങ്ങുന്നതാ. അതെന്ത് കിടപ്പാണ്? അങ്ങനെ ഒരു പരിപാടി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ തുടങ്ങി കൂർക്കം വലിയ. എനിക്കൊരു തലവേദന ഉണ്ട് ചെറുതായിട്ട്. കുറച്ച് കഴിയുമ്പോ മാറുന്ന വിചാരിച്ചു. അതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാത്തൊരു തലവേദന? തലവേദന വരുമ്പോ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടാണോ? തലവേദനാകുമ്പോ വരും പോവും, അങ്ങനല്ലേ? അയ്യോ, അല്ല, ഈ പനി വരുമ്പോഴല്ലേ ചൂടുണ്ടാവൂ. ഇത് പനിയല്ലല്ലോ, നെഞ്ച് തലവേദനയാ. തലവേദന. ഗുളിക വേണം മോനട്ടന്? അയ്യോ, ഗുളിയൊന്നും വേണ്ട. അങ്ങനെ ഗുളിക വരുമ്പോഴൊക്കെ തലവേദന അടിച്ചാ, അല്ല തലവേദന വരുമ്പോഴേ ഗുളിക അടിച്ചാ എന്താവും? ഇതെവിടെ കൊണ്ടുവച്ചു? ഇനിയിപ്പോ എന്താ ഒരു വഴി? ഹലോ, അതെ. ഗിരിജ, എന്തുണ്ട് വിശേഷം? എന്തു പറ്റി? അയ്യോ, അതെങ്ങനെ പറ്റി? ഇന്നലെയോ? കഷ്ടായിപ്പോയല്ലോ. നീ അന്വേഷിച്ചോ ശരിക്ക്? സൂക്ഷിക്കണ്ടേ ഗിരിജേ? ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്താ കാര്യം? പോട്ടെ. ശരി. എന്റെ കൂടെ ഓഫീസ് ജോലി ചെയ്യുന്ന ഗിരിജ മോനട്ടാ. ഇന്നലെ വൈകിട്ട് അവളുടെ പേഴ്സ് കാണാതെ പോയെന്ന്. അതില് 13,000 രൂപയുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ പേഴ്സ് കയ്യിലുണ്ടായിരുന്ന ഗിരിജയ്ക്ക് നല്ല ഉറപ്പാ. ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലും കയറി, അത് കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലും പോയിന്ന്. അതിനിടയ്ക്ക് എവിടെയോ പോയി എന്നാണ് അവള് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ സ്ത്രീകളുടെ കുഴപ്പം. ഒന്നിലും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കളയും.
ഇതാ ഞാൻ നിന്നോടെപ്പോഴും പറയുന്നത്, കയ്യിൽ പൈസ ഇട്ടുവന്നെ എന്റെ കൈ കൊണ്ടുതരണമെന്ന്. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്റെ പൈസ സൂക്ഷിക്കാൻ എനിക്കറിയാം. ആമേ, പഴയ കാലൊന്നുമല്ല. വീട്ടിൽ പോലും പൈസ വെച്ചോണ്ടിരുന്ന ആരെങ്കിലും കയറി മോഷിച്ചോണ്ട് പോകും. നീ ആണെങ്കിൽ പൈസ എവിടെ വെച്ചെന്ന് പോലും മറന്നു പോകും. അതിലും നല്ലത് പൈസ എന്റെ തരുന്നില്ലേ. എന്റെ പൈസ പോവാതെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. അതെന്തിനാ? എന്ത്? ഞാനല്ലേ ഇത്രയും കാലം പൈസ സൂക്ഷിച്ചത്. നിനക്ക് കിട്ടിയ പൈസയൊക്കെ 1 രൂപ പോലും കളയാൻ ബാങ്കിലിട്ടില്ലേ? ആ രാജേന്ദ്രൻ ഒരു 10,000 തന്നിട്ട് നീ ഇതുവരെ മിണ്ടിയില്ലല്ലോ. രാജേന്ദ്രൻ പൈസ എന്ന കാര്യം മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഇപ്പൊ കാര്യം മനസ്സിലായി. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന ഒളിച്ചു നിന്ന് കേട്ട് പൈസ കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നല്ലേ ഇവിടെ നടന്നത് മുഴുവനും. എന്റെ ബാഗ്, മോഹനേട്ടന്റെ ബാഗ്, അടുക്കള, പിന്നെ എവിടെയൊക്കെ തപ്പി? കടക്കടയില്. ഇന്നലെ കിട്ടിയായിരുന്നോ? എങ്ങനെ കിട്ടും? ഞാൻ പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് എന്റെ ഇടപാടുകൾ മുഴുവനും മാറ്റിയല്ലോ. പൈസ ഈ ഫോണിലുണ്ട്. ഈ കവറിനടിയിൽ വെച്ചിരുന്നല്ലേ? അത് പറ. ഹലോ, എവിടെ? അതല്ല, മൊബൈൽ വാലറ്റ്. രാജേന്ദ്രൻ ആ പൈസ എന്റെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോ ഇതിലുണ്ട്. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ ചെന്നിട്ട് പൈസ ഇതിൽ നിന്നും കടക്കാരന് അയച്ചു കൊടുക്കും. സിമ്പിൾ. സംഗതി എളുപ്പമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ കള്ളന്മാരെ കട്ടുകൊണ്ടു പോകുന്നുള്ള പേടിയും വേണ്ട. എങ്ങനെയുണ്ട്? പക്ഷേ ഈ ഫോണൊരു ദിവസം അങ്ങ് പോവും. അന്ന് നീ പഠിച്ചോളൂ. കാലം മാറിയതെന്നും ഇനി അങ്ങോട്ട് നോട്ടുകളില്ലാതെ ജീവിക്കേണ്ടി വന്നേക്കുമെന്നും നാട്ടുകാർ പേടിച്ചു തുടങ്ങിയിട്ട് കാലം കുറച്ചായി. മൊബൈൽ ഫോൺ കൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കാലത്ത് വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് പേടിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.